എല്ലാവർക്കും സ്പിരിച്വൽ ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. കോളേജ് അവധി ആഘോഷിക്കാനായി ഇറങ്ങിത്തിരിച്ച 6 പേരെയും പേറി കാടുമൂടിയ ഇടവഴിയിലൂടെ ആ വാഹനം കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു. ആഘോഷത്തിമിർപ്പിനിടയിൽ സഞ്ചരിച്ച ദൂരവും പിന്നിട്ട വഴികളും അവർ അറിയുന്നുണ്ടായിരുന്നില്ല. അവരെ കാത്തിരിക്കുന്ന ആപത്തുകളുടെ ആഴമോ പതിയിരിക്കുന്ന അപകടങ്ങളോ അറിയാതെ അവർ ആ യാത്ര ആഘോഷിച്ചു. സിദ്ധു എന്ന് വിളിക്കുന്ന സിദ്ധാർത്ഥ് ബിസിനസ്സുകാരനായ രാജീവിൻ്റെ മകൻ. അവൻ്റെ പിറന്നാൾ പ്രമാണിച്ച് കൂട്ടുകാരോടൊപ്പം ആഘോഷിക്കാൻ തൻ്റെ തറവാട്ടിലേക്ക് യാത്രയിലാണ് അവനും അവൻ്റെ കൂട്ടുകാരും. 6 പേരടങ്ങുന്ന സംഘം. വിപിൻ, നിഖിൽ, രമ്യ, അനുപമ, സുധി. ഈ 5 പേരാണ് കോളേജിലെ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. എന്ത് കാര്യത്തിനും അവർ ഒരുമിച്ചാണ്. എല്ലാവരുടെ കയ്യിലും ബിയർ കുപ്പികളുണ്ടായിരുന്നു. നല്ല സ്ഥലം. പിറന്നാൾ കഴിഞ്ഞാലും നമ്മൾ ഇവിടുന്ന് പോകുന്നില്ല. ഈ വെക്കേഷൻ മുഴുവൻ നമ്മൾ ഇവിടെ ഈ കാട്ടിനുള്ളിൽ ആഘോഷിക്കുന്നു. അനുപമ അത് പറഞ്ഞതും എല്ലാവരും കൈയടിച്ച് സമ്മതം അറിയിച്ചു. സിറ്റിയിൽ ജനിച്ചു വളർന്നതിനാൽ തന്നെ കാട്ടിനുള്ളിലൂടെയുള്ള ആ യാത്ര എല്ലാവർക്കും പുതിയൊരു അനുഭവമായിരുന്നു. ആഘോഷത്തിമിർപ്പോടെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്ന ആ വാഹനം ഞരക്കത്തോടെ ഒരു നിമിഷം ഒന്ന് നിന്നു. എന്താ എന്ന അർത്ഥത്തിൽ അവരെല്ലാവരും സിദ്ധുവിനെ നോക്കി. അവൻ മുൻപിലേക്ക് വിരൽ ചൂണ്ടി. റോഡിന് കുറുകെ വീണുകിടക്കുന്ന വലിയ ഒരു മരം. എല്ലാവരും പരസ്പരം നോക്കി. ഇതിനെന്തിനാ ഇങ്ങനെ ഭയന്ന് നോക്കുന്നേ? വാ, നമുക്കെല്ലാവർക്കും കൂടെ അത് എടുത്തു മാറ്റാം. ഇതും പറഞ്ഞ് നിഖിൽ കാറിൽ നിന്ന് ഇറങ്ങി. കൂടെ ബാക്കിയുള്ളവരും. എല്ലാവരും ചേർന്ന് ആ മരം അനായാസം തള്ളി നീക്കി. വീണ്ടും അവർ കാറിലേക്ക് തന്നെ കയറി. ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് അവരുടെ വാഹനം വീണ്ടും കുതിച്ചു പാഞ്ഞു. പതിയെ ഓരോരുത്തരായി ഉറക്കത്തിലേക്ക് വഴുതി വീണു. വണ്ടി നിന്ന ശബ്ദം കേട്ടാണ് എല്ലാവരും കണ്ണു തുറന്നത്. എത്തിയോ? നിഖിലാണത് ചോദിച്ചത്. അവൻ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. പുറകെ മറ്റുള്ളവരും. അവർ മുന്നിലേക്ക് നോക്കി. കാടിന് നടുവിൽ ഒരു കൊട്ടാരം പോലെ ആ റിസോർട്ട് തിളങ്ങി. എല്ലാവരുടെ കണ്ണിലും അത്ഭുതം നിറഞ്ഞു. അവർ എല്ലാവരും സിദ്ധാർത്ഥിൻ്റെ തോളിൽ തട്ടി അഭിനന്ദിച്ചു. സിദ്ധു ഒന്ന് ശിരസുയർത്തി. മതിയടാ, ഇനിയും പൊങ്ങിപ്പോയാൽ നീ ആകാശം മുട്ടും. ചിരിച്ചുകൊണ്ട് രമ്യ അത് പറഞ്ഞപ്പോൾ മറ്റുള്ളവരും കൂടെ ചിരിച്ചു. സിദ്ധാർത്ഥ് അവരെയും കൂട്ടി ഉള്ളിലേക്ക് കയറി. പെട്ടെന്ന് തന്നെ ഇച്ചിരി പ്രായമുള്ള ഒരാൾ അവിടേക്ക് വന്നു. ആ, കുഞ്ഞു വന്നോ? അയാൾ പുഞ്ചിരിയോടെ ചോദിച്ചു. സിദ്ധാർത്ഥ് അയാളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. ഇതാണ് രാമേട്ടൻ, ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. എന്ത് കാര്യത്തിനും രാമേട്ടൻ ഉണ്ടാകും. അവർ എല്ലാവരും രാമേട്ടനെ നോക്കി ചിരിച്ചു. ആ, ഇങ്ങനെ വന്ന കാലിൽ നിൽക്കാതെ എല്ലാവരും വാ, എല്ലാവർക്കും റൂം ഒരുക്കിയിട്ടുണ്ട്, രാമേട്ടൻ അവരോടായി പറഞ്ഞു. എല്ലാവരും അദ്ദേഹത്തോടൊപ്പം അവരവരുടെ റൂമിലേക്ക് നടന്നു. പെൺകുട്ടികൾക്കുള്ള മുറി മുകളിലത്തെ നിലയിലായിരുന്നു ഒരുക്കിയിരുന്നത്. റൂമിനുള്ളിൽ കയറിയ അനുപമ തൻ്റെ മുറിയുടെ ജനലുകൾ പുറത്തേക്ക് തുറന്നു. ചെറിയൊരു ഞരക്കത്തോടെ ആ ജനൽപ്പാളികൾ അവൾക്ക് മുന്നിൽ വഴിമാറി. പുറത്തേക്ക് നോക്കിയ അവളുടെ കണ്ണുകൾ കാട് മൂടിയ ഒരു ചെറിയ കെട്ടിടത്തിൽ ഉടക്കി നിന്നു. സിദ്ധു, അവൾ ഉറക്കെ വിളിച്ചു. അവളുടെ വിളി കേട്ട് സിദ്ധാർത്ഥ് മുകളിലേക്ക് കയറി വന്നു. എന്താ അനു, എന്തു പറ്റി? സിദ്ധു ചോദിച്ചു. അതെന്താ അവിടെ? അവൾ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് സിദ്ധു ഒന്ന് നോക്കി. അവൻ്റെ കണ്ണുകളിൽ അകാരണമായ ഒരു ഭയം നിറയുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അതൊരു വീടായിരുന്നു. അതിൻ്റെ പുറകിലായ ഒരു കാവുണ്ട്. ഇപ്പോൾ അവിടെ പൂജയോ വിളക്ക് വയ്പ്പോ ഒന്നുമില്ല. അതിനടുത്തായിട്ടാണ് ആ നാഗത്തറ. നീ അത് നോക്കി നിൽക്കാതെ വാതിലടച്ച് കിടക്കാൻ നോക്ക്. അതും പറഞ്ഞ് സിദ്ധു വെളിയിലേക്ക് ഇറങ്ങി. അവൾ വീണ്ടും അവിടേക്ക് തന്നെ നോക്കി നിന്നു. സിദ്ധു എന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അവൻ സംസാരിക്കുമ്പോൾ വാക്കുകൾ വിറയ്ക്കുന്നത് അവൾ അറിഞ്ഞിരുന്നു.
കുറച്ചു നേരം നോക്കി നിന്ന ശേഷം അനുപമ ജനലടച്ച് പോയി കട്ടിലിലേക്ക് കിടന്നു. നാളെ അതിനുള്ളിൽ ഒന്ന് കയറണം, എല്ലാവരെയും കൂടെ കൂട്ടണം, അവൾ മനസ്സിൽ ചിന്തിച്ചു. എപ്പോഴോ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഉറക്കത്തിൽ പല പല സ്വപ്നങ്ങൾ അവളുടെ ഉള്ളിൽ മിന്നിമറഞ്ഞു. രാവിലെ കതകിലാരോ മുട്ടുന്ന ശബ്ദം കേട്ടാണ് അനു കണ്ണു തുറന്നത്. കതക് തുറന്നപ്പോൾ സിദ്ധു ആയിരുന്നു. എന്തൊരു ഉറക്കമടി ഇത്, ഇങ്ങോട്ട് ഇറങ്ങി വാ, വല്ലതും കഴിക്കണ്ടേ? അവൻ അവളെ വിളിച്ചിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയി. അവൾ പതിയെ ജനലിനടുത്തേക്ക് നടന്നു. ജനലിലൂടെ അവൾ ആ കെട്ടിടത്തിലേക്ക് തന്നെ നോക്കി. പതിയെ അവൾ തിരിഞ്ഞു നടന്നു. താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ എല്ലാവരും റെഡിയായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അല്ല, എന്തായിനി പ്ലാൻ? സിദ്ധാർത്ഥാണ് ചോദിച്ചത്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ പറയ്. സിദ്ധാർത്ഥ അത് പറഞ്ഞതും അനു പറഞ്ഞു, അത് നമുക്കിവിടെ അടുത്തുള്ള ആ കെട്ടിടം വൃത്തിയാക്കിയാലോ? എല്ലാവരും സംശയത്തോടെ അവളെ നോക്കി. അവൾ ജനലിലൂടെ ആ കെട്ടിടത്തിന് നേരെ വിരൽ ചൂണ്ടി. എല്ലാവരും അവിടേക്ക് നോക്കി. കാട് പിടിച്ചു കിടക്കുന്ന ആ കെട്ടിടം കണ്ട് അവർ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു. ഞങ്ങൾ റെഡി രമ്യ. അത് പറഞ്ഞത് പുറകെ എല്ലാവരും സമ്മതം അറിയിച്ചു. എന്നാൽ സിദ്ധുവിൻ്റെ മുഖം മാത്രം വിവർണമായിരുന്നു. അത് വേണ്ട, വേറെന്തെങ്കിലും പറയ്. സിദ്ധു അത് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖം മാറി. അതെന്താ? അനുപമയുടെ ചോദ്യം കേട്ട് സിദ്ധു മിണ്ടാതെ നിന്നു. എല്ലാവരും ഒരു ഉത്തരത്തിനായി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അതൊരു കാവാണ്. മുൻപ് മനുഷ്യകുരുതിയും സർപ്പപൂജയുമൊക്കെ ഉണ്ടായിരുന്നൊരു കാവ്. ഗതി കിട്ടാത്ത ഒരുപാട് ആത്മാക്കൾ അവിടുത്തെ ഭഗവതിയുടെ ശക്തിവലയത്തിൽ ഇപ്പോഴും അവിടെ തറയ്ക്കപ്പെട്ടിട്ടുണ്ട്. സിദ്ധുവിൻ്റെ വാക്കുകളിൽ ഭയം നിറഞ്ഞിരുന്നു. ഇത് കേട്ട എല്ലാവരും പൊട്ടിച്ചിരിച്ചു. പിന്നെ ആത്മാവ്, അതും ഈ 21-ാം നൂറ്റാണ്ടിൽ. നീ ഇങ്ങനൊരു മണ്ടനായിപ്പോയല്ലോ, അനുവനെ കളിയാക്കി. അതെ, എനിക്ക് പേടിയാ, സിദ്ധാർത്ഥ പറഞ്ഞു. പേടിയാണെങ്കിൽ നീ വരണ്ട, ഞങ്ങൾ പോകും. രമ്യയാണ് അത് പറഞ്ഞത്. സിദ്ധാർത്ഥ് എത്രയൊക്കെ പറഞ്ഞിട്ടും അവർ പിന്മാറാൻ തയ്യാറായില്ലായിരുന്നു. അവസാനം എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി സിദ്ധുവിനും സമ്മതം മൂളേണ്ടി വന്നു. സിദ്ധുവിൻ്റെ മുഖത്ത് ഭയം നിറഞ്ഞു നിന്നിരുന്നു. സിദ്ധുവിൽ നിന്ന് സമ്മതം കിട്ടിയതും എല്ലാവരും സന്തോഷത്തോടെ പുറത്തേക്കിറങ്ങി. സിദ്ധാർത്ഥ് അവരുടെ പുറകെ നടന്നു. അവർ ഉത്സാഹത്തോടെ അവിടെ ചുറ്റുമുള്ള കാടൊക്കെ വെട്ടിത്തെളിച്ചു തുടങ്ങി. ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് അവർ അവിടെ ആകമാനം വെട്ടിത്തെളിച്ചു. ആ കെട്ടിടത്തിൻ്റെ വാതിലിനടുത്തേക്ക് അവർ ചുവടുകൾ വെച്ചു. അനു വാതിൽ തുറക്കാനായി കൈനീട്ടി. എന്നാൽ ഉള്ളിലവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ സിദ്ധാർത്ഥിൻ്റെ വരവും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സാധ്യമാകാതെ പോയ തൻ്റെ പ്രണയത്തിൻ്റെ ഓർമ്മകളുമായി തൻ്റെ പ്രാണനെയും കാത്തിരിക്കുന്ന പ്രതികാരദാഹിയായ അവന്തികയുടെ ആത്മാവ്. മോളെ വേണ്ട. പെട്ടെന്ന് പുറകിൽ നിന്നുള്ള രാമേട്ടൻ്റെ വിളി കേട്ട് അനു നീട്ടിയ കൈകൾ പിൻവലിച്ചു. എല്ലാവരും രാമേട്ടനെ തന്നെ നോക്കി. മോളെ അരുത്, ആ വാതിൽ തുറക്കരുത്. സിദ്ധു മോനെ ഇതെല്ലാം അറിയാവുന്നതല്ലേ, എന്നിട്ട് മോനും ഇതിന് കൂട്ടു നിൽക്കുവാണോ? പരിഭ്രാന്തിയോടെ രാമേട്ടൻ ചോദിച്ചപ്പോൾ മറ്റുള്ളവർ ഒന്നും മനസ്സിലാവാതെ രാമേട്ടനെയും സിദ്ധുവിനെ നോക്കി. സിദ്ധുവിൻ്റെ മുഖഭാവത്തിൽ നിന്ന് അവൻ അവരോട് എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. സിദ്ധുവേട്ട, ഒരു പെൺശബ്ദം കേട്ട് എല്ലാവരും അവിടേക്ക് നോക്കി. ആ ശബ്ദത്തിൻ്റെ ഉടമയെ കണ്ട സിദ്ധുവിൻ്റെ കണ്ണുകൾ വിടർന്നു. സിദ്ധുവിനെ തന്നെ നോക്കി നിൽക്കുന്ന ആ പെൺകുട്ടിയിലേക്ക് എല്ലാവരുടെയും നോട്ടം പതിഞ്ഞു. ഭദ്ര. സിദ്ധുവിൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. അവൻ്റെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു നിന്നിരുന്നു. ഇതാരോ സിദ്ധു? അനുപമ സംശയത്തോടെ ചോദിച്ചു. ഇത് ഭദ്ര, രാമേട്ടൻ്റെ മകൾ. അത് പറയുമ്പോൾ
സിദ്ധുവിൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടരുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ സിദ്ധുവിൻ്റെയും ഭദ്രയുടെയും കണ്ണുകളിൽ തെളിഞ്ഞു കണ്ട പ്രണയം അനുപമയുടെ ഉള്ളം ദേഷ്യം കൊണ്ട് നിറച്ചു. താൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചവൻ, ജീവന തുല്യം താൻ സ്നേഹിച്ചവൻ, അവൻ്റെ കണ്ണുകളിൽ ആദ്യമായി മറ്റൊരുവളോടുള്ള പ്രണയം തെളിയുന്നത് അനുവിൻ്റെ ഉള്ളിൽ പകയുടെ വിത്തുകൾ പാകി. ദേഷ്യത്തോടെ അവൾ ഭദ്രയെ നോക്കി. എന്നാൽ ഭദ്രയും സിദ്ധുവും ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. വളരെ നാളുകൾക്ക് ശേഷം പരസ്പരം കണ്ടുമുട്ടിയ അവർ കണ്ണുകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചു കഴിഞ്ഞിരുന്നു. നമുക്കിത് വേണ്ട, തിരിച്ചു പോകാം. ആ മുറി തുറക്കുന്നതിൽ നിന്ന് സിദ്ധു കൂടി വിലക്കിയതോടെ അവരുടെ എല്ലാ മുഖത്ത് സങ്കടം നിഴലിച്ചു. എന്നാലും സിദ്ധുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവർക്ക് ആ ഉദ്യമം ഉപേക്ഷിക്കേണ്ടി വന്നു. അവരുടെ തിരിച്ചുപോക്ക് ആ മുറിക്കുള്ളിൽ മോചനം കാത്തിരുന്ന അവന്തികയുടെ മോചനത്തെ തടഞ്ഞു നിർത്തി. മോചനത്തിനായി ഇനിയും അവൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഒരുപാട് സമയം വേണ്ടിവരില്ല. എല്ലാവരും മനസ്സില്ലാ മനസ്സോടെ ആ മുറിയിലേക്ക് വീണ്ടും വീണ്ടും നോക്കി തിരിഞ്ഞു നടന്നു. അനുവിൻ്റെ കണ്ണുകൾ മാത്രം ഭദ്രയുടെയും സിദ്ധുവിൻ്റെയും മേലായിരുന്നു. ഇല്ല, ഒരിക്കലും എന്നിൽ നിന്ന് അവനെ തട്ടിയെടുക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. സിദ്ധു ഈ അനുവിനുള്ളതാ, അനുവിന് മാത്രം. അവൾ ദേഷ്യത്തോടെ ഭദ്രയെ നോക്കി പല്ലുകൾ കടിച്ചു. അന്ന് രാത്രി യാത്രയുടെ ക്ഷീണവും മറ്റും കൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ രാത്രിയുടെ രണ്ടാം യാമത്തിൽ സിദ്ധു ഒഴികെയുള്ളവർ ഓരോരുത്തരായി എഴുന്നേറ്റു. ശബ്ദമുണ്ടാക്കാതെ ആ മുറിയിൽ നിന്ന് അവർ പുറത്തേക്കിറങ്ങി. അവന്തിക ഉറങ്ങുന്ന ആ മുറിയായിരുന്നു അവരുടെ ലക്ഷ്യം. നടക്കാതെ പോയ ആ ഉദ്യമം പൂർത്തീകരിക്കാൻ അവർ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു അത്. സിദ്ധു ഉണർന്നാൽ അത് നടക്കില്ല എന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് അവർ ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്കിറങ്ങി. അവരുടെ വരവ് കാത്തിരുന്ന അവന്തികയുടെ ഉള്ളിൽ വീണ്ടും പ്രതീക്ഷ വിരിഞ്ഞു. അവളുടെ കണ്ണുകൾ രക്തവർണ്ണമായി. ആ വാതിലിന് മുന്നിൽ അവർ 5 പേരും ശബ്ദമുണ്ടാക്കാതെ നിന്നു. രാത്രിയുടെ ഭീകരത അവരെ ഭയപ്പെടുത്തിയിരുന്നു. എന്നാൽ ഉള്ളിൽ അതിലും വലിയ ആപത്താണ് തങ്ങളെ കാത്തിരിക്കുന്നതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. രമ്യ തൻ്റെ കൈകൾ നീട്ടി ആ വാതിലിൽ ആഞ്ഞു തള്ളി. ഒരു ഞരക്കത്തോടെ ആ വാതിൽ അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. തുറന്നിട്ട വാതിലിലൂടെ ഓരോരുത്തരായി ആ മുറിക്കുള്ളിലേക്ക് കയറി. ആ മുറിക്കുള്ളിൽ ചുവരിലുള്ള ചിത്രപ്പണികളും കൊത്തുപണികളുമൊക്കെ അവർ ആകാംക്ഷയോടെ നോക്കിക്കണ്ടു. അപ്പോഴാണ് വല പിടിച്ചു കിടക്കുന്ന ഒരു വിഗ്രഹത്തിൻ്റെ ചുവട്ടിലായി എന്തൊക്കെയോ തകിടുകൾ കൊണ്ട് ബന്ധിച്ച ഒരു പെട്ടി അനുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തോ വിശിഷ്ടമായ ഒന്ന് കണ്ടതുപോലെ അവളുടെ കണ്ണുകൾ തിളങ്ങി. അവൾ മറ്റുള്ളവരെയും വിളിച്ച് ആ പെട്ടി കാണിച്ചു. സ്വർണ്ണനിർമ്മിതമായ ആ പെട്ടി അനു തൻ്റെ കൈകളിലെടുത്തു. അതിൽ പതിച്ചിരുന്ന തകിടുകൾ ഓരോന്നായി അവൾ അഴിച്ചു മാറ്റി. അവസാന തകിടും ആ പെട്ടിയിൽ നിന്ന് വിടുവിച്ച് അവൾ ആ പെട്ടി തുറന്നു. പെട്ടെന്ന് തന്നെ വെളുത്ത പുക പോലെ എന്തോ ഒന്ന് ആ പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അത് അനുവിൻ്റെ മുഖത്തിലൂടെ അന്തരീക്ഷത്തിലേക്ക് ഒഴുകി നീങ്ങി. ആ പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ആ ചെറിയ കുപ്പി അവൾ കൈകളിലെടുത്തു. അവൾ ആകാംക്ഷയോടെ അതിലേക്ക് നോക്കി. പെട്ടെന്ന് ആ പ്രദേശമാകമാനം കിടുങ്ങുമാറ് ആകാശത്തു നിന്ന് ഒരു ഇടി മുഴങ്ങി. ഭയന്ന് വിറച്ച അനുവിൻ്റെ കയ്യിൽ നിന്ന് ആ കുപ്പി നിലത്തിലേക്ക് വീണ് പൊട്ടിച്ചിതറി. അടുത്ത നിമിഷം ആ മുറിയുടെ വാതിലുകൾ കാറ്റിൽ വലിയ ശബ്ദത്തോടെ അടയുകയും തുറക്കുകയും ചെയ്തു. പുറത്ത് ആകാശം രക്തവർണ്ണമായി. മരങ്ങൾ കാറ്റിൽ ആടിയുലയാൻ തുടങ്ങി. ശാന്തമായിരുന്ന പ്രകൃതി ഒരു നിമിഷം കൊണ്ട് രൗദ്രഭാവം സ്വീകരിച്ചു. പ്രകൃതിയുടെ രൂപമാറ്റം അവരെ വളരെയധികം ഭയപ്പെടുത്തി. തങ്ങൾ എന്തോ വലിയ ആപത്തിൽ പെട്ടിരിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലായി. എത്രയും പെട്ടെന്ന് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ അവർ വെമ്പൽ കൊണ്ടു. ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങി ഓടി. അനു ആ വാതിൽ പുറത്തുനിന്ന് ബലമായി ചാരി.
പഴയ പോലെ ആ ചരടുകൾ അതിൽ വരിഞ്ഞു മുറുക്കി. ഭയന്നു വിറച്ച അവർ വീടിനുള്ളിലേക്ക് ഓടി. മുറിക്കുള്ളിൽ എത്തിയിട്ടും അവരുടെ ഉള്ളിലെ ഭയം മാറിയിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ഹൃദയം ക്രമാതീതമായി തുടിക്കുന്നുണ്ടായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് പ്രകൃതി പെട്ടെന്നിങ്ങനെ രൂപം മാറിയത്? ഉത്തരമില്ലാത്ത കുറേ ചോദ്യങ്ങൾ അവരുടെ ഉള്ളിൽ അലയടിച്ചു. നമ്മളെ അവിടെ പോയതും അവിടെ സംഭവിച്ചതും ഒന്നും തന്നെ സിദ്ധുവോ രാമേട്ടനോ അറിയരുത്. അനുവിൻ്റെ വാക്കുകൾക്ക് അവർ എല്ലാവരും ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടി. ഇതേ സമയം അവർ പോലും അറിയാതെ അവരെ വീക്ഷിക്കുന്ന 2 കണ്ണുകളെ അവർ കാണുന്നുണ്ടായിരുന്നില്ല. പ്രതികാരത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പൂർത്തീകരണത്തിനായി കാത്തിരുന്ന അവന്തികയുടെ കണ്ണുകൾ. ചുടുചോരയുടെ മണം അവളുടെ നാഡീഞരമ്പുകളെ ഉത്തേജിപ്പിച്ചു. കൊതിയോടെ അവൾ അവരെ നോക്കി. അവളുടെ വായിൽ നിന്നും ദ്രംഷ്ടകൾ പുറത്തേക്കുന്തി. കണ്ണുകളിൽ രക്തവർണം തളം കെട്ടി നിന്നു. വർഷങ്ങളായുള്ള ബന്ധനത്തിൽ നിന്ന് മോചിതയായ അവൾ ചുടുചോരയ്ക്കായി കൊതിച്ചു. തങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ പരിണിത ഫലമോ അതിനു പുറകിൽ പതിയിരിക്കുന്ന അപകടങ്ങളോ അറിയാതെ അവർ അന്നത്തെ രാത്രി തള്ളി നീക്കി. എന്നാൽ അടുത്ത ദിവസം ആ വീട് ഉണർന്നത് ഭീതിയോടെയായിരുന്നു. മുറ്റത്തേക്ക് ഇറങ്ങിയ അവർ കണ്ടത് പൊളിഞ്ഞു വീണ് കിടക്കുന്ന ആ കെട്ടിടം. ആ കാഴ്ച അവരുടെ 5 പേരുടെയും ഉള്ളിൽ വല്ലാത്ത ഭീതി ഉണർത്തി. എങ്കിലും അവരത് പുറത്ത് കാണിച്ചില്ല. തലേ ദിവസം വരെ ഒരു കുഴപ്പവുമില്ലാതെ നിന്നിരുന്ന ആ വീടിന് പെട്ടെന്ന് എന്ത് പറ്റിയെന്ന ചിന്ത സിദ്ധുവിനെയും അസ്വസ്ഥനാക്കി. മറ്റുള്ളവരുടെ മുഖത്ത് തെളിഞ്ഞുകണ്ട ഭയം സിദ്ധുവിൽ ആകുലത ഉണ്ടാക്കി. അവൻ ആരോടും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. പുറകിൽ നിന്ന സുഹൃത്തുക്കൾ ചോദിച്ചു എങ്കിലും അവൻ ഒന്നിനും മറുപടി കൊടുത്തില്ല. അവൻ നേരെ ചെന്നത് രാമേട്ടൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞത് രാമേട്ടൻ്റെ മുഖവും വിവരണമായി. എല്ലാം കേട്ടു നിന്നിരുന്ന ഭദ്രയുടെ മുഖത്തും ഭയം നിറഞ്ഞു. പെട്ടെന്ന് തന്നെ അയാൾ സിദ്ധുവിനോടൊപ്പം അവിടേക്ക് പുറപ്പെട്ടു. സിദ്ധുവിനോടൊപ്പം കടന്നു വരുന്ന രാമേട്ടനെ കണ്ടപ്പോൾ അവരുടെ മുഖത്ത് ആശ്വാസം വിരിഞ്ഞു. എന്നാൽ അത് ഇല്ലാതാകാൻ അധിക സമയം വേണ്ടിയിരുന്നില്ല. അയാൾ ദേഷ്യത്തോടെ അവരെ നോക്കി. ആരാ ആ വാതിൽ തുറന്നത്? രാമേട്ടൻ്റെ ദേഷ്യത്തോടെയുള്ള ആ ചോദ്യം ഒരു ഇടിത്തി പോലെ അവരുടെ ചെവികളിൽ മുഴങ്ങി. അവർ 5 പേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അവരെ വീക്ഷിച്ചുകൊണ്ട് നിന്നിരുന്ന അവന്തികയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി. ആരാ തുറന്നതെന്ന് ചോദിച്ച കേട്ടില്ലേ? രാമേട്ടൻ്റെ ശബ്ദം ഉച്ചത്തിലായി. എല്ലാവരുടെയും നോട്ടം അനുവിൻ്റെ മുഖത്തേക്ക് നീങ്ങി. അത് ഞാനാ ആ വാതിൽ തുറന്നത്, അനു വിക്കി വിക്കി പറഞ്ഞു. രാമേട്ടൻ്റെ മുഖത്ത് തെളിഞ്ഞ ദേഷ്യം അവളെ വല്ലാതെ ഭയപ്പെടുത്തി. മോളെ, നീ എന്താ ചെയ്തത്? നീ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് നിനക്കറിയോ? നീ ഈ ചെയ്ത കാര്യങ്ങളുടെ പരിണതഫലം എന്തായിരിക്കുമെന്ന് നിനക്കറിയാമോ? വലിയ ആപത്തുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. രാമേട്ടൻ്റെ വാക്കുകൾ വിറച്ചു. ഇത്രയ്ക്ക് ഭയപ്പെടാൻ മാത്രം എന്താ രാമേട്ട സംഭവിച്ചത്? എന്തായിരുന്നു ആ വീട്ടിനുള്ളിൽ? മുൻപ് ഞങ്ങൾ ആ മുറി തുറക്കാൻ തുനിഞ്ഞപ്പോൾ രാമേട്ടൻ്റെ മുഖത്ത് കണ്ട ഭയം അന്നേ എനിക്ക് സംശയം തോന്നിയിരുന്നു. രാമേട്ടൻ എന്തൊക്കെയോ ഞങ്ങളിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ടെന്ന്. എന്താ കാര്യം? എനിക്കത് അറിയണം. സിദ്ധുവിൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ രാമേട്ടൻ ഒന്ന് പതറി. എന്നാൽ ഇപ്പോൾ സത്യം അവരെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നിയതിനാൽ എല്ലാം അവരോട് തുറന്നു പറയാൻ തന്നെ രാമേട്ടൻ തീരുമാനിച്ചു. മോനെ, ഞാൻ നിന്നോട് എങ്ങനെയാ അത് പറയുക? ഇവർ ഇന്ന് പ്രതികാരദാഹിയായ ഒരു ആത്മാവിനെയാണ് തുറന്നു വിട്ടിരിക്കുന്നത്. ഇവർ മോചിതയാക്കിയത് ആരെയാണെന്ന് മോനെ അറിയോ? അവളുടെ ആത്മാവിനെ, അവന്തികയുടെ. അയാളുടെ വാക്കുകൾ ഇടറി. അയാളുടെ കണ്ണുകളിൽ അകാരണമായ ഭയം നിഴലിച്ചു. അവന്തിക. ആ പേര് കേട്ടതും സിദ്ധുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം കണ്ണുനീർ തുള്ളികൾ കൊണ്ട് മൂടി. കേട്ടത് വിശ്വസിക്കാനാകാതെ അവൻ രാമേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ എങ്ങനെ മരിച്ചു? ഇപ്പോൾ എന്താണ് അവൾക്ക് സംഭവിച്ചത്? അവൾ മരിച്ചുപോയെങ്കിൽ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അവൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി രാമേട്ടൻ്റെ കൈവശം ഇല്ലായിരുന്നു.
സിദ്ധു, ആരാ അവൾ? അവന്തിക. വീണ്ടും വീണ്ടും അവളുടെ പേര് അവൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. നിസ്സഹായനായി നിൽക്കുന്ന സിദ്ധുവിൻ്റെ മുഖത്തേക്ക് അവർ സംശയത്തോടെ നോക്കി. അവൾ അവൾ തനിക്ക് ആരായിരുന്നു? സിദ്ധു തന്നോട് തന്നെ ആ ചോദ്യം ചോദിച്ചു. തൻ്റെ കളിക്കൂട്ടുകാരി എന്നതിലുപരി തൻ്റെ കൂടപ്പിറക്കാത്ത കൂടപ്പിറപ്പ് കൂടിയായിരുന്നു അവൾ. എപ്പോഴും സിദ്ധു എന്ന് വിളിച്ച് തൻ്റെ പുറകെ കൂടിയിരുന്നവൾ. ആ ദിവസം അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. അവളെ കാണാതായ ദിവസം. പനി കാരണം താൻ പോകാത്തതിനാൽ അവൾ ഒറ്റയ്ക്ക് സ്കൂളിൽ പോകേണ്ടി വന്ന ആ ദിവസം. അന്നാണ് തനിക്ക് അവളെ നഷ്ടമായത്. അവളെ കാണാതായി എന്ന് അറിഞ്ഞിട്ടും ഒന്ന് അന്വേഷിക്കാൻ പോലും കൂട്ടാക്കാതെ, തൻ്റെ കണ്ണുനീർ പോലും വകവയ്ക്കാതെ അച്ഛൻ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് പലപ്പോഴും അവളെപ്പറ്റി തിരക്കിയിട്ടുണ്ടെങ്കിലും അച്ഛൻ പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറി. എന്നാൽ ഇന്ന് അവൾ ജീവനോടെ ഈ ഭൂമിയിലില്ല. അവളുടെ ആത്മാവ് മാത്രം. അവൻ്റെ കണ്ണിലൂടെ കണ്ണുനീർ തുള്ളികൾ ഒഴുകിയിറങ്ങി. ആരോടാണ് അവൾക്ക് പ്രതികാരം? എന്തിനാണ് അവൾ എല്ലാവരെയും ഉപദ്രവിക്കുന്നത്? അവൾക്ക് എന്താണ് സംഭവിച്ചത്? സിദ്ധുവിൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ കുമിഞ്ഞുകൂടി. എന്നാൽ ഒന്നിന് സ്വീകാര്യമായ ഒരു മറുപടി അവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാമേട്ടന് എന്തൊക്കെയോ സത്യങ്ങൾ അറിയാം. അയാളുടെ ഭയത്തിൽ നിന്ന് അത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഒരിക്കലും തന്നോട് അയാൾ ആ കാര്യങ്ങൾ പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ അവൾക്കേ കഴിയൂ, തൻ്റെ കൂട്ടുകാരിക്ക്, അവന്തികയ്ക്ക്. പക്ഷെ എങ്ങനെയാണ് അവളോട് സംസാരിക്കുക? ആ ചോദ്യത്തിന് അവൻ്റെ മുന്നിൽ ഒരു വഴിയും തെളിയുന്നുണ്ടായിരുന്നില്ല. മോൻ എന്താ ചിന്തിക്കുന്നത്? രാമേട്ടൻ്റെ ചോദ്യമാണ് അവനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. രാമേട്ട, അവന്തിക അവളെങ്ങനെ? രാമേട്ട, എനിക്ക് അറിയണം. അവൾക്ക് എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ആരും എന്നോട് ഒന്നും പറയാതെ ഒളിപ്പിച്ചത്? എങ്ങനെയാണ് അവന്തിക മരിച്ചത്? എനിക്കത് അറിഞ്ഞേ പറ്റൂ. അവൻ്റെ ചോദ്യത്തിന് മുന്നിൽ അയാളുടെ തല കുനിഞ്ഞു. ആക്സിഡൻ്റ് ആയിരുന്നു മോനെ, വിറയ്ക്കുന്ന ചുണ്ടുകൾ കൊണ്ട് അയാൾ പറഞ്ഞു. അത് പറയുമ്പോൾ അയാളുടെ തല കുറ്റബോധം കൊണ്ട് കുനിയുന്നത് സിദ്ധുവും കൂട്ടുകാരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയാൾ തുടർന്നു. അന്ന് സ്കൂൾ വിട്ട് വരുന്ന വഴി ഏതോ വാഹനം ഇടിച്ചതാണ്. അച്ഛനാണ് മോനോടൊന്നും പറയണ്ട എന്ന് പറഞ്ഞത്. ഇതിൽ കൂടുതലൊന്നും മോൻ രാമേട്ടനോട് ചോദിക്കരുത്. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നാൽ അയാളുടെ ഉത്തരങ്ങൾ സിദ്ധുവിൻ്റെ മനസ്സിന് ഉൾക്കൊള്ളാനായില്ല. അവൻ്റെ ഉള്ളിലെ ചോദ്യങ്ങൾ വീണ്ടും തലപൊക്കി തുടങ്ങി. രാമേട്ടൻ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. സിദ്ധു, ആരെ ഈ അവന്തിക? കൂട്ടുകാരുടെ ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെട്ടു. പെട്ടെന്ന് പുറത്തു നിന്നുള്ള ഭദ്രയുടെ നിലവിളി ശബ്ദം ആ ബംഗ്ലാവ് മൊത്തം മുഴങ്ങി. എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. എന്നാൽ രമ്യ മാത്രം ആ മുറിയിൽ നിന്ന് പോയില്ല. ഓടിയെത്തിയ അവർ കണ്ടത് നിലത്ത് വീണ് കിടക്കുന്ന ഭദ്രയെയാണ്. അവളുടെ നെറ്റി പൊട്ടി രക്തമൊലിക്കുന്നുണ്ടായിരുന്നു. സിദ്ധു അവളെ കൈകളിൽ കോരിയെടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്തു. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഒഴുകി. അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഭദ്രയെ അനു പകയോടെ നോക്കി. അവളുടെ മനസ്സിൽ ഭദ്രയോടുള്ള പക ആളിക്കത്താൻ തുടങ്ങി. അവളാണോ ഇതിന് പിന്നിൽ? അവന്തിക, അവൾ എന്തിന് ഭദ്രയെ ഉപദ്രവിക്കണം? ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതെ സിദ്ധു നിസ്സഹായനായി നിലത്തിരുന്നു. ഇതേ സമയം അകത്തെ മുറിയിൽ കണ്ണാടിക്ക് മുന്നിൽ നിന്നിരുന്ന രമ്യയുടെ പ്രതിബിംബത്തിൻ്റെ സ്ഥാനത്ത് അവൾക്ക് പകരം മറ്റൊരാളുടെ രൂപമായിരുന്നു തെളിഞ്ഞു നിന്നത്. പക ആളിക്കത്തുന്ന മുഖവുമായി നിൽക്കുന്ന അവന്തികയുടെ രൂപം. ഭദ്രയെ നെഞ്ചോട് ചേർത്ത് വരുന്ന സിദ്ധുവിനെ കണ്ടതും മുറിക്കുള്ളിൽ നിന്ന് രമ്യയുടെ മുഖഭാവം മാറാൻ തുടങ്ങി. അവളുടെ കണ്ണുകളിൽ കോപത്തിന് പകരം സ്നേഹം നിറഞ്ഞു. എന്താ ഭദ്രയ്ക്ക് പറ്റിയത്? അതും ചോദിച്ചവൾ അവർക്കരികിലേക്ക് ഓടിയെടുത്തു. സിദ്ധുവിൻ്റെ കയ്യിൽ നിന്ന് അവനോടൊപ്പം ചേർന്ന് ഭദ്രയെ രമ്യയും കൈകൾ കൊണ്ട് താങ്ങി. അവളെ പതിയെ അടുത്ത് കിടന്ന കട്ടിലിലേക്ക് കിടത്തി. കട്ടിലിൽ നിന്ന് ഭദ്രയുടെ തല ഉയർത്തി രമ്യ തൻ്റെ മടിയിലേക്ക് കിടത്തി.
അവൾ വാത്സല്യത്തോടെ ഭദ്രയുടെ തലമുടികളിൽ തലോടാൻ തുടങ്ങി. രമ്യയുടെ മുഖത്ത് കണ്ട ഭാവം സിദ്ധു അടക്കം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. 2 ദിവസം മാത്രം കണ്ട് പരിചയമുള്ള ഭദ്രയോട് രമ്യയ്ക്ക് ഇതിന് മാത്രം സ്നേഹം എങ്ങനെയുണ്ടായി എന്ന് എല്ലാവരും ചിന്തിച്ചു. എന്നാൽ ആ സമയത്ത് അവളോടൊന്നും ചോദിക്കാൻ ആരും മുതിർന്നില്ല. അപ്പോഴേക്കും രാമേട്ടൻ ആ മുറിയിലേക്ക് കയറി വന്നു. എന്താ എൻ്റെ മോൾക്ക് പറ്റിയത്? അയാളുടെ മുഖത്ത് പരിഭ്രമമായിരുന്നു. അയാൾ വല്ലാതെ ഭയന്നിട്ടുണ്ടെന്ന് ആ മുഖഭാവത്തിൽ നിന്ന് സിദ്ധുവിന് മനസ്സിലായി. ഭയപ്പെടാനൊന്നും ഇല്ലച്ചാ, എന്തോ കണ്ട് ഭയന്നതാണെന്ന് തോന്നുന്നു. ഒന്ന് വീണു, തലയിൽ ചെറിയൊരു മുറിവ്, അത്രയുള്ളൂ, പേടിക്കാനൊന്നുമില്ല. സിദ്ധുവിൻ്റെ വാക്കുകൾ അയാൾക്ക് ചെറിയൊരു ആശ്വാസം നൽകിയെങ്കിലും പെട്ടെന്ന് തന്നെ അത് ഭയത്തിന് വഴിമാറി. അവന്തിക, അവളാണോ ഇതിനു പിന്നിൽ? അയാളുടെ ഉള്ളിൽ ആ ഒരു ചോദ്യം അലയടിച്ചു കൊണ്ടേയിരുന്നു. സിദ്ധുവിൻ്റെ ഉള്ളിലും ഈ സംശയം ഉണ്ടാകാതിരുന്നില്ല. എന്നാൽ എന്തിനു വേണ്ടി അവന്തിക ഭദ്രയെ ഉപദ്രവിക്കണം? ആ ഒരു ചോദ്യത്തിന് മാത്രം അവൻ്റെ കയ്യിൽ ഉത്തരമുണ്ടായിരുന്നില്ല. ഇതിനെല്ലാം ഉത്തരം തരാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. അത് അവന്തികയ്ക്ക് മാത്രം. അവൾ തന്നെ എല്ലാത്തിനുമുള്ള ഉത്തരം തരണം. പക്ഷേ എങ്ങനെയാണ് അവളോട് ഒന്ന് സംസാരിക്കുക? അവളിപ്പോൾ തൻ്റെ പഴയ കളിക്കൂട്ടുകാരിയല്ല, പകരം ശരീരമില്ലാത്ത ഒരു ആത്മാവ് മാത്രമാണ്. എങ്ങനെയും അവളോട് സംസാരിച്ചേ മതിയാകൂ. അവൻ്റെ ചിന്തകൾ ഒരു മാർഗത്തിനായി തിരഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം അവൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഒരു മാർഗം അവന് മുൻപിൽ തെളിഞ്ഞു വന്നു. ഓജോ ബോർഡ്. പണ്ട് പല കൂട്ടുകാരും പരീക്ഷിച്ച് വിജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ താൻ പുച്ഛിച്ചിട്ടുണ്ട്. അതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് തൻ്റെ മുന്നിൽ അത് മാത്രമേ ഒരു മാർഗമായി കാണുന്നുള്ളൂ. പൂർണ്ണമായും വിശ്വാസമില്ലെങ്കിലും പരീക്ഷിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. മോൻ എന്താ ആലോചിക്കുന്നത്? രാമേട്ടൻ്റെ ചോദ്യമാണ് അവനെ ചിന്തകളിൽ നിന്ന് വീണ്ടും ഉണർത്തിയത്. മോൻ അവളെ അവിടെ കെടുത്തിയേക്ക്. മുറിവിൽ മരുന്ന് വെച്ചിട്ടുണ്ടല്ലോ. രക്തം പോയതിൻ്റെ മയക്കം. കുറച്ചു നേരം കിടക്കുമ്പോൾ അത് ശരിയാകും. മോൻ വെറുതെ വിഷമിക്കാതെ. രാമേട്ടൻ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നത് സിദ്ധു കാണുന്നുണ്ടായിരുന്നു. സിദ്ധു തൻ്റെ മടിയെ തലവെച്ച് ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ മയങ്ങുന്ന ഭദ്രയെ പ്രണയത്തോടെ നോക്കി. പതിയെ അവളുടെ നെറ്റിയിലൂടെ വീണുകിടക്കുന്ന മുടിയിഴകളെ അവൻ മുകളിലേക്ക് ഒതുക്കി. അവളുടെ നെറ്റിയിൽ അവൻ ചുംബിച്ചു. അവൻ്റെ ചുംബനമേറ്റതും അവൾ ചെറുതായി ഒന്ന് ഞരങ്ങി. പതിയെ അവളുടെ തല അവൻ്റെ മടിയിൽ നിന്ന് എടുത്ത് തലയിണയിലേക്ക് വെച്ചു. അവളെ ഒന്നുകൂടി നോക്കിയിട്ട് അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഇതെല്ലാം കണ്ടുനിന്ന അനു തൻ്റെ ദേഷ്യം അടക്കാൻ കഴിയാതെ ഭദ്രയെ നോക്കി ദേഷ്യത്തോടെ പല്ലുകടിച്ചു. നാശം, ചത്തുപോയാൽ മതിയായിരുന്നു, അവൾ മനസ്സിൽ പറഞ്ഞു. സിദ്ധുവിൻ്റെ പുറകെ മറ്റുള്ളവരും മുറിവിട്ട് പുറത്തേക്കിറങ്ങി. എന്നാൽ അവരാരും കാണാതെ അവരെ നോക്കി നിന്നിരുന്ന മറ്റൊരാൾ കൂടി ആ മുറിയിലുണ്ടായിരുന്നു. അവന്തികയുടെ ആത്മാവ്. തൻ്റെ മുറിയിൽ കയറി കഥകടിച്ച സിദ്ധുവിൻ്റെ ചിന്ത അപ്പോഴും അവന്തികയോട് സംസാരിക്കുന്നതിനെക്കുറിച്ച് മാത്രമായിരുന്നു. എങ്ങനെയും അവളോട് സംസാരിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. എന്നാൽ ഓജോ ബോർഡ് പരീക്ഷിക്കുമ്പോൾ മറ്റാരുടെയും സാന്നിധ്യം തൻ്റെ അടുത്തുണ്ടാകാൻ പാടില്ല എന്നത് അവന് നിർബന്ധമായിരുന്നു. അടുത്ത വെള്ളിയാഴ്ച അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ്. കൂട്ടുകാരെല്ലാം അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് പറ്റിയ അവസരമെന്ന് അവൻ ഉറപ്പിച്ചു. എല്ലാവിധത്തിലും മനസ്സുകൊണ്ട് അവൻ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. പതിയെ അവൻ്റെ ചിന്തകൾ ഭദ്രയിലേക്ക് തിരിഞ്ഞു. മുറിവേറ്റ ശിരസിലൂടെ രക്തമൊഴുകുന്ന അവളുടെ മുഖം ഓർത്തപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഒരുപാട് കരഞ്ഞ് ഇടയ്ക്കെപ്പോഴോ സിദ്ധു ഉറക്കത്തിലേക്ക് വഴുതി വീണു. അതേസമയം അനുവിൻ്റെ മുറിയിൽ അവൾക്ക് ഉറങ്ങാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയും സിദ്ധുവിനെ സ്വന്തമാക്കാൻ വേണ്ടി അവൾ ഭദ്രയെ ഒഴിവാക്കാനുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു. രാത്രിയുടെ 2ാം യാമത്തിൽ മാധുര്യമേറിയ ഒരു ശബ്ദം സിദ്ധുവിൻ്റെ ചെവികളെ തേടിയെത്തി. സിദ്ധു എന്ന് തന്നെ വിളിക്കുന്ന ആ ശബ്ദം തേടി അവൻ എഴുന്നേറ്റു. സ്വപ്നത്തിലെന്നോണം അവൻ ആ ശബ്ദത്തിൻ്റെ ദിശയിലേക്ക് ചലിച്ചുകൊണ്ടിരുന്നു. ആ ശബ്ദം അവനെ ആ ബംഗ്ലാവിൻ്റെ മട്ടുപ്പാവിൽ കൊണ്ട് ചെന്ന് നിർത്തി. മട്ടുപ്പാവിൻ്റെ തുമ്പത്തായി നിന്നിരുന്ന അവനെ വീണ്ടും ആ ശബ്ദം വിളിച്ചു.
നിനക്ക് വേണ്ടിയാ ഞാൻ വന്നിരിക്കുന്നത്. വാ സിദ്ധു. ആ ശബ്ദത്തെ അനുസരിച്ചെന്നോണം സിദ്ധു ചുവടുകൾ വീണ്ടും മുന്നോട്ട് വെച്ചു. അടുത്ത നിമിഷം ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് അവൻ താഴേക്ക് പതിച്ചു. നിലത്തേക്ക് പതിച്ച സിദ്ധു ഭൂമിയെ സ്പർശിക്കുന്നതിന് മുൻപ് പഞ്ഞി പോലെ എന്തോ ഒന്ന് അവനെ താങ്ങി നിർത്തി. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ ആ വായുവിൻ്റെ മടിത്തട്ടിൽ കിടന്നു. പതിയെ സിദ്ധുവിൻ്റെ ശരീരം നിലത്തിലേക്ക് താഴാൻ തുടങ്ങി. അവനൊരു ചെറിയ വേദന പോലും ഉണ്ടാകാതെ ആ ശരീരം നിലത്ത് പതിഞ്ഞു. അവന് താഴെയായി നിലത്ത് പുഷ്പങ്ങൾ കൊണ്ടൊരു കിടക്ക രൂപം കൊണ്ടു. ഒരു കൊച്ചു കുഞ്ഞ് ഉറങ്ങുന്നത് പോലെ സിദ്ധു അവിടെ നടന്നുവെന്നും അറിയാതെ സുഖമായി ഉറങ്ങി. രാവിലെ മുറിക്കുള്ളിൽ കാണാതായ സിദ്ധുവിനെ തിരഞ്ഞ കൂട്ടുകാർ കണ്ടത് പുറത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിലായി കിടന്നുറങ്ങുന്ന സിദ്ധുവിനെയാണ്. അവൻ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി. സിദ്ധു, എടാ സിദ്ധു, നീ എഴുന്നേൽക്ക്. കൂട്ടുകാരുടെ വിളി കേട്ടാണ് സിദ്ധു കണ്ണു തുറന്നത്. നിങ്ങൾ എല്ലാവരും കൂടി എന്താ രാവിലെ? സിദ്ധു സംശയത്തോടെ ചോദിച്ചു. നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? അനുവിൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് സിദ്ധുവിന് താൻ പുറത്ത് മരച്ചുവട്ടിലാണ് കിടക്കുന്നതെന്ന കാര്യം മനസ്സിലായത്. ഞാൻ എങ്ങനെ ഇവിടെ? സിദ്ധു സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. അത് ഞങ്ങളോടാണ് ചോദിക്കുന്നത്. നിഖിലിൻ്റെ ആ ചോദ്യം കൂട്ടുകാരിലും ചിരി പടർത്തി. എന്നാൽ സിദ്ധുവിന് കഴിഞ്ഞ ദിവസം സംഭവിച്ചതൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തൻ്റെ കൂട്ടുകാർ ചേർന്ന് എന്തോ പണി ഒപ്പിച്ചതാകാമെന്നാണ് സിദ്ധു ആ നിമിഷം ചിന്തിച്ചത്. കൂട്ടുകാരുടെ മുഖത്ത് തെളിഞ്ഞ പരിഹാസ ചിരി കൂടി കണ്ടതോടെ അവൻ്റെ സംശയം ശക്തമായി. അവൻ അവരെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് നടന്നു. കൂട്ടുകാർ അവൻ്റെ പെരുമാറ്റം കണ്ട് സംശയത്തോടെ മുഖത്തോട് മുഖം നോക്കി നിന്നു. മുറിയിലെത്തിയിട്ടും സിദ്ധുവിൻ്റെ ഉള്ളിൽ സംശയമായിരുന്നു. അവരാണിത് ചെയ്തതെങ്കിൽ താൻ ഉണരേണ്ടതല്ലേ? ഇന്നലെ ഒന്നും തന്നെ തൻ്റെ ഉറക്കത്തെ ബാധിച്ചിട്ടില്ല. പിന്നെങ്ങനെ ഞാൻ അവിടെ എത്തി? അവൻ്റെ ഉള്ളിൽ സംശയങ്ങൾ തലപൊക്കി തുടങ്ങി. ആ സംശയങ്ങൾക്ക് ഉത്തരം തേടിയ അവൻ്റെ മനസ്സ് കണ്ടെത്തിയ ഉത്തരം അവളുടെ പേരായിരുന്നു, അവന്തിക. ഇനി അവന്തികയാണോ അത്? പക്ഷേ തനിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അവൻ്റെ മനസ്സ് മുഴുവൻ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ കൊണ്ട് നിറഞ്ഞു. എന്നാൽ അവൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ എന്ന സത്യം അവനും അറിയാമായിരുന്നു. അവന്തികയ്ക്ക്, അവൾക്ക് മാത്രം. പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ അവൻ കൂട്ടുകാരോട് ആ സംഭവത്തെക്കുറിച്ച് ഒന്നും തന്നെ ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല. ഭദ്രയും പഴയ പോലെ മുറിവെല്ലാം ഉണങ്ങി എഴുന്നേറ്റതോടെ അവരുടെ ദുഃഖങ്ങളെല്ലാം ഒരുവിധം ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ആ ദിവസം വന്നു ചേർന്നു. സിദ്ധു കാത്തിരുന്ന വെള്ളിയാഴ്ച ദിവസം. രാവിലെ കൂട്ടുകാർ എല്ലാവരും റെഡിയായി ഇറങ്ങിയപ്പോൾ സിദ്ധു സുഖമില്ല എന്ന് പറഞ്ഞ് അവരോടൊപ്പം പോകാതെ ഒഴിഞ്ഞു മാറി. അവൻ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് കരുതി അവരും അവനെ നിർബന്ധിക്കാൻ പോയില്ല. സിദ്ധുവിൻ്റെ മനസ്സ് മുഴുവൻ അവന്തികയോട് സംസാരിക്കുക എന്ന ചിന്ത മാത്രമായിരുന്നു. അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവനെ അവിടെ തനിച്ചാക്കി മറ്റുള്ള കൂട്ടുകാർ രാമേട്ടനും ഭദ്രയ്ക്കുമൊപ്പം അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. അവർ പോയതും സിദ്ധു തൻ്റെ പദ്ധതികൾ ഒരുക്കി തുടങ്ങി. നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓജോ ബോർഡ് അവൻ നിവർത്തി മേശമേൽ വച്ചു. അതിന് ഇരുവശങ്ങളിലായി 2 മെഴുകുതിരി അവൻ ഒരുക്കി വെച്ചു. അമ്പലത്തിലെത്തിയ സിദ്ധുവിൻ്റെ കൂട്ടുകാരെയും കൂട്ടി രാമേട്ടൻ നേരെ പോയത് അവിടുത്തെ തിരുമേനിയുടെ അടുത്തേക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുറിക്കുള്ളിൽ ഒരുക്കിയിരുന്ന കളത്തിനരികിലായി അവർ ഇരുന്നു. ഉത്സവമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തോ രാമേട്ട? അവരിലൊരാൾ സംശയത്തോടെ അയാളോട് ചോദിച്ചു. നമ്മളിവിടെ ഉത്സവത്തിന് തന്നെയാണ് വന്നത്. എന്നാൽ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് മറ്റൊരു കാര്യത്തിനാണ്. നിങ്ങളുടെ ജീവൻ പോലും നഷ്ടമാകാനിടയുള്ള ഒരാപത്തിൽ നിന്നുള്ള രക്ഷ തേടി. ഭദ്രയും കൂട്ടുകാരും ഒന്നും മനസ്സിലാവാതെ ഭയത്തോടെ രാമേട്ടൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അവൾ നിങ്ങളെ എല്ലാവരെയും കൊല്ലും. മുൻപ് ഭദ്രയ്ക്കും സിദ്ധുവിനുമുണ്ടായ അനുഭവങ്ങളുടെ പുറകിൽ അവളാണ്. നിങ്ങൾ തുറന്നുവിട്ട അവന്തികയുടെ ആത്മാവ്. അവന്തിക. വീണ്ടും ആ പേര് കേട്ടതും എല്ലാവരും അനുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അവൾ തലകുനിച്ച് ഇരിക്കുകയായിരുന്നു.
പെട്ടെന്ന് ആ മുറിയിലേക്ക് യോഗിയെപ്പോലെ തോന്നിപ്പിക്കുന്ന ഒരാൾ കയറി വന്നു. നമസ്കാരം തിരുമേനി. രാമേട്ടൻ അയാളുടെ മുൻപിൽ കൈകൾ കൂപ്പി എഴുന്നേറ്റ് നിന്നു. സിദ്ധു ഇതേ സമയം 2 മെഴുകുതിരികളും കത്തിച്ചു കഴിഞ്ഞിരുന്നു. പതിയെ നിവർത്തി വച്ചിരിക്കുന്ന ഓജോ ബോർഡിലെ കോയിനിൽ അവൻ്റെ വിരലുകൾ പതിഞ്ഞു. ഗുഡ് സ്പിരിറ്റ്, പ്ലീസ് കം. സിദ്ധു അത് ഉരുവിട്ടുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവൻ്റെ വലതുവശത്തിരുന്ന മെഴുകുതിരി നാളം കെട്ടു. അവൻ്റെ വിരലിലിരുന്ന കോയിൻ ചലിക്കാൻ തുടങ്ങി. തൻ്റെ മുന്നിലിരിക്കുന്ന രാമേട്ടനെയും കുട്ടികളെയും തിരുമേനി സൂക്ഷിച്ചു നോക്കി. എന്താ പ്രശ്നം? അദ്ദേഹം അവരോടായി ചോദിച്ചു. തിരുമേനി, അവൾ മോചിതയായിരിക്കുന്നു. അവന്തിക. രാമേട്ടൻ സിദ്ധുവിനും ഭദ്രയ്ക്കുമുണ്ടായ അനുഭവം തിരുമേനിയോട് വിവരിച്ചു. എല്ലാം കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന തിരുമേനിയോട് രാമേട്ടൻ ചോദിച്ചു തുടങ്ങി. എന്തിനാ തിരുമേനി അവൾ കുട്ടികളെ? എന്തിനു വേണ്ടി അവൾ ഇവരെ കൊല്ലാൻ ശ്രമിക്കുന്നത്? രാമേട്ടൻ്റെ ചോദ്യത്തിന് മുൻപിൽ നിശബ്ദനായിരുന്ന അയാൾ കണ്ണടച്ച് കുറച്ചു നേരം പ്രാർത്ഥിച്ചു. ശേഷം കണ്ണുകൾ തുറന്ന അയാളെ അവർ പ്രതീക്ഷയോടെ നോക്കി. എന്നാൽ തിരുമേനിയുടെ മുഖം ഭയത്താൽ വിവരണമാകുന്നതാണ് അവർ കണ്ടത്. എന്താ തിരുമേനി, എന്തു പറ്റി? അവർ ഭയത്തോടെ ചോദിച്ചു. അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ കരുതുന്നത് പോലെ ഇതെല്ലാം ചെയ്തത് അവന്തികയുടെ ആത്മാവല്ല. അവൾക്ക് അവരോട് ഒരു പകയുമില്ല. ഇത് പറയുമ്പോൾ അയാളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആരാ തിരുമേനി? സിദ്ധുവിൻ്റെയും ഭദ്രയുടെയും മരണത്തിലൂടെ ഏത് വിധേനയും അവരെ തമ്മിൽ പിരിച്ച് സിദ്ധുവിൻ്റെ ആത്മാവിനെ സ്വന്തമാക്കുക എന്ന ലക്ഷ്യവുമായി മരണം വിതയ്ക്കാൻ കാത്തു നിൽക്കുന്ന മറ്റൊരു ആത്മാവ് കൂടി ഇപ്പോൾ അവിടെയുണ്ട്. അതാണ് ഇതിനെല്ലാം പുറകിൽ. 2 ശ്രമങ്ങളിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടത് ദൈവഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതേ സമയം മുറിയിൽ സിദ്ധുവിൻ്റെ കൈവശം കോയിൻ ചലിക്കാൻ തുടങ്ങി. ഉള്ളിലെ ഭയം പുറത്തു കാണിക്കാതെ അവൻ ആ ആത്മാവിനോട് ചോദിച്ചു തുടങ്ങി. ഇവിടെ എന്നെ കൂടാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? അവൻ്റെ കയ്യിലെ കോയിൻ എസ് എന്നെഴുതിയ ഭാഗത്തേക്ക് ചലിച്ചു. ഇവിടെ എൻ്റെ കൂടെയുള്ളത് അവന്തികയുടെ ആത്മാവല്ലേ? അവൻ പ്രതീക്ഷയോടെ ചോദിച്ചു. എന്നാൽ അവൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് ആ കോയിൻ നോ എന്നെഴുതിയ ഭാഗത്തേക്ക് ചലിച്ചു. പെട്ടെന്ന് തന്നെ പ്രകൃതിക്ക് മാറ്റങ്ങൾ സംഭവിച്ചു. ശാന്തമായി നിന്നിരുന്ന പ്രകൃതി കലിതുള്ളാൻ തുടങ്ങി. നായ്ക്കൾ ഉച്ചത്തിൽ ഓരിയിടാൻ തുടങ്ങി. ഭയങ്കരമായ കാറ്റിൽ മരങ്ങൾ ആടി ഉലഞ്ഞു. ഒഴുകിയെത്തിയ കാറ്റിൽ കറുത്തൊരു നിഴൽരൂപം സിദ്ധുവിന് പുറകിലായി വന്നു നിന്നു. ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. ഇതുവരെ നൽകിയ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും വളരെ നന്ദി. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.